നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു കപ്പപ്പുഴുക്കും നല്ല അടിപൊളി ഒരു വെറൈറ്റി ചമ്മന്തിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ മാങ്ങ നമുക്ക് ഫുള്ള് വേണ്ട, ഈ മാങ്ങയുടെ ചെറിയൊരു പൂള് മാത്രം മതി നമുക്ക്. പിന്നെ ഒരു 10-12 ചുവന്നുള്ളി, ഒരു 10-12 കാന്താരി മുളക്, ഇത്രയും സാധനം നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ ഇതേപോലെ ഒന്ന് കഷ്ണിച്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് പൊളന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കപ്പയുടെ മേളിലായിട്ട് വെള്ളം നിൽക്കണം. എന്നിട്ട് നമുക്കൊരു ഒറ്റ വിസിലിൽ ഇതിങ്ങനെ അടിച്ചെടുക്കാം. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. കാന്താരി മുളക്, നമ്മളൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ ഒരു ചെറിയ പൂളാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും മതി, ഇത്രയും നമ്മൾ ബാലൻസ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പുളിയില്ലാത്ത ഒരു 2-3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഈ തൈര് ചേർക്കുമ്പോഴാണ് ചമ്മന്തിക്ക് ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഇതേപോലെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ തൈര് ചേർത്തൊന്ന് അടിച്ചു നോക്കൂ. അപ്പോൾ നമുക്ക് സാധാരണ ചമ്മന്തിയിലുള്ള വ്യത്യാസം അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മിക്സിയിൽ നേരത്തെ അരച്ച ചമ്മന്തിയാണിത്. അപ്പോൾ നല്ലപോലെ നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒന്നുകിൽ കട്ടൻ കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായയോ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കും കാന്താരി മുളക് ചമ്മന്തി കട്ടൻ ചായ സംഭവം കണ്ടു നോക്കാം. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മാങ്ങ ചേർക്കുന്നത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ്. കുറച്ച് തൈരും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാന്താരി മുളകിൻ്റെ എരിവുമായിട്ട് അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ നോക്കാം. അത്യാവശ്യം നല്ല എരിവുണ്ട്. സംഭവം കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുണ്ട്. കപ്പ നന്നായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചമ്മന്തിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമുക്കിത് അത്യാവശ്യം ചോറിനൊക്കെ കഴിക്കാവുന്ന ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ കപ്പ പുഴുങ്ങിയതും കാന്താരിമുളകും ഒക്കെ കഴിച്ചിട്ട് ഇച്ചിരി കട്ടൻ ചായ അല്ലെന്നുണ്ടെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കുന്നത് നല്ല അടിപൊളി, എന്താ പറയുക, അടിപൊളി ഒരു കോമ്പിനേഷനാണ് ഇത് മൂന്നും. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചമ്മന്തി നല്ല കിടുക്കൻ ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.